Kinda cheater, little homies wanna be like on my knees in the night, saying prayers in the street light. Been spending most of the night living in a gangster's paradise. Right now I'm shameless, screaming my lungs out for you. Not afraid to face it. I need you more than I want to. Need you more than I want to. Isa. Tell me you're shameless. Write it on my neck, why don't you? And I won't erase it. I need you more than I want to. Need you more than I want to. No more to do this now. No more to do this now. No more to do this now. ഇവാൻ, ഇവരെ കൊണ്ട് പോ. നോ ജയ്, ഇത് ഇല്ല, ഞാൻ പോയില്ല. ഇവാൻ, ഇസ, കം, ലെറ്റ്സ് ഗോ. ഇവാൻ, അപ്പൊ ജയ്? അവൻ വരും, നിങ്ങൾ വാ. ഇവാൻ, ഇവാൻ, അവരാരാ? എന്തിനാ അവര് ജയിനെ? അല്ല, എന്നെ കൊല്ലാൻ വേണ്ടിട്ടല്ലേ അവര് വന്നത്? ഇസ, കൂൾ, നിങ്ങളിപ്പോൾ കാറിൽ കയറ്, ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോ ജെയ്ഡൻ? ജെയ്ഡൻ വന്നോളും, നിങ്ങളിപ്പോൾ കയറ്. ഇസമോളെ, എന്താ ഉണ്ടായേ? ജെയ്ഡൻ എന്തു പറ്റി? അങ്കിൾ, ജയ് അവിടെ. എന്താ ഇസ, എന്താ പറ്റിയേ? മോളെ കരയാതെ. പപ്പ എന്നെ ആരോ കൊല്ലാൻ നോക്കി, ബട്ട് അയാള് ജയുടെ നേരെയാ വന്നേ. പിന്നെ ജയ്ക്ക് എനിക്ക് അറിയില്ല പപ്പ ഒന്നും. ഇവാൻ അപ്പോ ഞങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വന്നു. ജയിനെ രക്ഷിക്ക് പപ്പ, എനിക്ക് പേടിയാവുന്നു. ഡോണ്ട് വെറി, ജെയ്ഡൻ ഒന്നും വരില്ല. പപ്പയില്ലേ? മിയ എവിടെ? മിയനെ വീട്ടിലാക്കിയിട്ടാ വന്നേ. ഞങ്ങൾ ഒരുപാട് പേടിച്ചു പപ്പ. പേടിക്കണ്ട, ഇപ്പൊ മോള് റൂമിലോട്ട് ചെല്ല്. പപ്പ എന്താന്ന് വെച്ചാ ചെയ്തോളാം. അത് പപ്പ, ഞാൻ ചെല്ലിസ. ഓക്കെ പപ്പ. ഇവാൻ, എന്താ ഉണ്ടായേ? അത് സാർ, ഞാൻ പറയാം, നമുക്കൊന്ന് അകത്തോട്ടിരിക്കാം. ഓക്കെ, താൻ വാ. ഇനി പറ, എന്താ ഉണ്ടായേ? ആക്ച്വലി അവർ അറ്റാക്ക് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. ബട്ട് അത് ഇസേനെ അല്ലായിരുന്നു, ജെയ്ഡനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജെയ്ഡൻ, അവനെന്തേലും പറ്റിയോ? ഡോണ്ട് വറി, ഹീസ് ഫൈൻ. താങ്ക് ഗോഡ്. 2 ദിവസം മുന്നേ ആയി അവരെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇസേനെ അവർക്ക് കിട്ടണമെങ്കിൽ ആദ്യം അവളുടെ ബോഡി ഗാർഡിനെ ഇല്ലാതാക്കണം. അതായിരിക്കും അവരുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. അപ്പോൾ ഇവാൻ എന്താ പറഞ്ഞു വരുന്നേ? ഇനി അവർ ജെയ്ഡനെ? അങ്ങനെ ജെയ്ഡനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആൻഡ് ഇസയുടെ ബോഡി ഗാർഡായി നിൽക്കുന്നത് ജെയ്ക്കാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലെന്ന് ഉറപ്പാണ്. അല്ലായിരുന്നേ അവർ ഒരിക്കലും ഇങ്ങനൊരു മൂവ് വെക്കില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഉടനെ അവനെ കണ്ടുപിടിക്കാം. അതൊക്കെ ഞങ്ങൾ ഏറ്റു. അധികം വൈകാതെ തന്നെ അവൻ ഞങ്ങളുടെ വലയിൽ വീഴും. ഇവാൻ, എൻ്റെ സ്വത്തോ പണമോ എന്താന്ന് വെച്ചാൽ അവരെടുത്തോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ബട്ട് ഇസ, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്ത് സംഭവിച്ചാലും എങ്ങനെയാണേലും അവളെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. ആർക്കും ഒന്നും ഉണ്ടായില്ല, ട്രസ്റ്റ് മീ. ഇത് അധിക നാൾ മുന്നോട്ട് പോയില്ല. ആള് എവിടെയാന്നുള്ള കുറച്ച് ക്ലൂസൊക്കെ നമ്മുടെ കയ്യിലില്ലേ. അപ്പോൾ ഇനി അതിനെപ്പറ്റി ആലോചിക്കണ്ട. ഓക്കെ വാൻ. ഇസയോട് ഞാൻ ഇപ്പോൾ എന്താ പറയുക? അവളിപ്പോൾ വല്ലാത്ത ഷോക്കിലാണ്.
സിറയ്ക്ക് എന്തായാലും അവളുടെ അടുത്തോട്ട് ചെല്ലും. യാ 1 minute. ഹലോ. ഓ ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ബൈ. സിറിയക്ക്, ഞാൻ ഇറങ്ങാം, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓക്കെ വാൻ. ആരാ നിങ്ങൾ? ആരാ? ഞാൻ ആരാണെന്നറിയാൻ ടൈമായിട്ടില്ല. ആദ്യം ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം പറ. നിന്നെ ആരാ ഇങ്ങോട്ട് അയച്ചേ? അതെനിക്കറിയില്ല. ഓ, നിനക്കറിയില്ല. സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ ഇന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോ ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് എന്നോടൊരു ഫോട്ടോ തന്നിട്ട് ആ ആളെ കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനത് ഒഴിഞ്ഞു മാറിയതാ. ബട്ട് അയാൾ എനിക്ക് കൂടുതൽ മണി ഓഫർ ചെയ്തപ്പോ ഞാൻ അതിന് സമ്മതിച്ചു. ഇത് കൂടുതലൊന്നും എനിക്കറിയില്ല. കൊട്ടേഷൻ തന്ന ആളെ പോലും മനസ്സിലാകാതാണോ നീ ഒരു കാര്യം ഏറ്റെടുക്കുന്നത്? സാർ പ്ലീസ്, അപ്പൊ തന്നെ എനിക്ക് വേണ്ടുന്ന പൈസ അയാൾ തന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ സമ്മതിച്ചേ. കാര്യം കഴിഞ്ഞ് അവരെന്നെ ഇവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറ്റാമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനങ്ങ് സമ്മതിച്ചതാ. ഇത് കൂടുതലൊന്നും എനിക്കറിയില്ല. അവനെ ഇനി കണ്ടാ നീ തിരിച്ചറിയൂ? അത് പിന്നെ അയാള് മാസ്ക് ഇട്ടായിരുന്നു. അപ്പോ മുഖം കാണിക്കാൻ പറഞ്ഞിട്ടും അയാളത് ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക്... നിനക്കെങ്ങനെ അയാള് എമൗണ്ട് കൈമാറിയത്? ചെക്കായിട്ടാണോ? അല്ല, കയ്യിലാ തന്നത്. 10 lakhs. ബ്രില്യന്റ്. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? എനിക്കറിയാവുന്ന എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരാന്നോ അവരാരാന്നോ ഒന്നും എനിക്കറിയില്ല. പ്ലീസ്, ഞാൻ പൊക്കോട്ടെ. നിന്നെ വെറുതെ വിടണം അല്ലേ? ഒരാളെ കൊല്ലാൻ വരുന്നതിന് മുന്നേ ആ ആള് ആരാണെന്നും എങ്ങനെയുള്ള ആളാണെന്നും ഒക്കെ മനസ്സിലാക്കണ്ടേ? അത് നീ ചെയ്തില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിനക്കിവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. നിങ്ങളൊക്കെ ആരാ? പ്ലീസ്, ഇനി ഞാൻ ഒന്നിനും വരില്ല. എന്നെ വെറുതെ വിടണം. വാവ്, നീ ഇപ്പൊ ചോദിച്ച ചോദ്യം ഞാൻ കേട്ടില്ല. ആൻഡ് ഞങ്ങൾ ആരാണെന്ന് അത് ഇനിയിപ്പം നീ അറിഞ്ഞിട്ട് എന്താ കാര്യം? നേരത്തെ അറിയണമായിരുന്നു. സോ ഇനി നമ്മൾ ടൈം കളയണ്ടല്ലോ. അപ്പോൾ ഓക്കെ, ബൈ ടു ഹെവൻ. ഇസ, പപ്പ എന്തായി? ഇസ, പേടിക്കാനൊന്നുമില്ല. ചേട്ടന് ഒരു കുഴപ്പമില്ല. എന്നാലും ഞാൻ കാരണമല്ലേ പപ്പ ഇങ്ങനൊക്കെ? അങ്ങനൊന്നും ഇല്ല ഇസ, അതൊക്കെ കഴിഞ്ഞില്ലേ. നീ കരയാതെ. പപ്പ, ഐ ആം സോറി. സോറിയോ? എന്തിന്? പപ്പ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നേ ഇങ്ങനൊന്നും വരില്ലായിരുന്നു. ഇസ, ഇനി മോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കണ്ട. പിന്നെ ഇതുകൊണ്ടൊക്കെയാ പപ്പ മോളോട് വെളിയിലോട്ടൊന്നും പോകണ്ടെന്ന് പറയുന്നേ. പപ്പയ്ക്ക് നീയല്ലേ ഉള്ളടാ. ഇപ്പം മോൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന്. എന്നാ ഇനി പപ്പയുടെ മോള് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് കിടക്കാൻ നോക്ക്. പുറത്തൊക്കെ പോയിട്ട് വന്നേല്ലേ. പിന്നെ ഈ കുഞ്ഞു തലയിൽ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി വിഷമിച്ചിരിക്കണ്ട കേട്ടോ. ചെല്ല്. ആ പപ്പ.
ഏതൻ എന്തായി? ആസ് യൂഷ്വൽ, നോ ക്ലോസ്. ഓ ഷിറ്റ്, അവനെല്ലാം അറിഞ്ഞു വെച്ചോണ്ടുള്ള കളിയാണിത്. നോക്കാം. പിന്നെ അവൻ്റെ കാര്യം എന്തായി? തീർത്തോ? ജേക്കയുടെ കയ്യിലല്ലേ അവനെ കിട്ടിയത്, അപ്പൊ പിന്നെ തീർക്കാതിരിക്കോ? ജെ.കെ, ഇവാനെവിടെ? അവൻ സിറിയക്കിന്റെ വീട്ടിലുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്താ? അടുത്തതെന്താ? ഉടനെ തന്നെ നമ്മൾ അവൻ്റെ ഏരിയ അറ്റാക്ക് ചെയ്യുന്നു. നമ്മൾ ആരാണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കേണ്ട ടൈമായി. ഇനിയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. യെസ്, ഇനിയും ലേറ്റ് ആകാതെ നമുക്ക് അവനെ കണ്ടുപിടിക്കണം. അതെനിക്ക് വിട്ടേക്ക്. ഏതൻ, നമ്മുടെ ആളുകളോടൊക്കെ അലർട്ടായിരിക്കാൻ പറ. ഉടനെ തന്നെ അടുത്ത മിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. ജെ.കെ, നീ ഇതെങ്ങോട്ടാ ഈ സമയത്ത്? ഞാൻ സിറിയക്കിൻ്റെ വീട്ടിലോട്ട് പോവാം. ഈ സമയത്തോ? വേണ്ട, ഇനി നാളെ പോകാം. നോ, ഐ വാണ്ട് ടു ഗോ റൈറ്റ് നൗ. ഇപ്പം നീ എന്തിനാ അങ്ങോട്ട് പോന്നേ? അവിടെ ഇവാനുണ്ടല്ലോ, പിന്നെന്താ? ജെ.കെ, എന്താ? അത് പിന്നെ എനിക്ക് പോകണം. ഞാൻ പോവാം. ബൈ. ഈ എന്താ വരാത്തെ? കാണുന്നില്ലല്ലോ. എന്താ ലേറ്റായേ? ഞാൻ എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാന്നറിയോ? എന്തിന്? ഞാനതിന് ഇന്ന് വരുമെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ വരാതെ ജയ് ഇവിടെയല്ലേ നിൽക്കണ്ടേ? അതൊക്കെ, ബട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിന്നതിൻ്റെ ഉദ്ദേശം? അത് പിന്നെ തനിക്ക് എന്ത് പറ്റിയെന്നറിയാതെ ഞാൻ പേടിച്ചിരിക്കായിരുന്നു. അതിനെ പേടിക്കാൻ എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എന്നാലും ഞാൻ കാരണമല്ലേ, എന്നെ കൊല്ലാൻ വന്നതല്ലേ അവര്. അതിന് അവര് തന്നെ കൊല്ലാനാ വന്നേന്ന് ആരാ പറഞ്ഞേ? അത് എനിക്കറിയാം. എന്തറിയാന്ന്? വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കാതെ പോയി കിടക്കാൻ നോക്ക്. അവര് ആള് മാറി വന്നതാ, അല്ലാതെ ഒന്നുമില്ല. നോ ജി, ഐ നോ എവ്രിതിങ്. പപ്പയ്ക്ക് ഒരുപാട് എനിമീസ് ഉണ്ട്. അന്ന് എന്നെ തട്ടിക്കൊണ്ടു പോയതും ഞാൻ വഴി പപ്പയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണെന്നെല്ലാം എനിക്കറിയാം. പപ്പയുടെ മുന്നേ ഞാൻ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് ഞാൻ കാരണം പപ്പ വിഷമിക്കരുത് എന്നോർത്ത് മാത്രം. ഞാനിതൊക്കെ അറിയാതിരിക്കാൻ പപ്പ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഹേയ്, അതിനല്ലേ ഇപ്പം ഞങ്ങൾ ഇവിടെ ഉള്ളത്. ജയ്, ഓ, ഇനി എന്താ? തൻ്റെ കൈ വെയിറ്റ്, ഞാൻ ബാൻഡേജ് കെട്ടിത്തരാം. ഏയ്, അത് കുഴപ്പമില്ല, മാറിക്കോളും. ജയ് പ്ലീസ്. ഓക്കെ. ഹലോ, താൻ കരയുവാണോ? ഏയ് അല്ല. അയാളെ പോലീസിനെ ഏൽപ്പിച്ചോ അതോ വിട്ടോ? പോലീസിന് വിട്ടുകൊടുത്തില്ല. അതിനു പകരം വേറൊരിടത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതെവിടെ? അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് റൂമിലോട്ട് പോകാമായിരുന്നു. ചേക്കേ, നീ വന്നോ? ഇസ, താൻ റൂമിലോട്ട് ചെല്ല്. ഓക്കെ. എന്തായി? എന്താവാൻ? അപ്പോൾ ഇനി അവനെ വെറുതെ വിടാനാണോ ഉദ്ദേശം? വെറുതെ വിടാനോ? അങ്ങനെ എനിക്കെതിരെ നിന്ന് കളിച്ചിട്ട് ഞാൻ അവനെ വെറുതെ വിടൂ? അവനെ മാത്രമല്ല, അവൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നവൻ്റെ കഥ ഞാൻ തീർക്കും. ഇതെന്താ കയ്യിൽ ബാൻഡേജൊക്കെ? അതാ ഇസ കെട്ടി തന്നതാ. ഞാൻ എന്താ ഈ കേൾക്കുന്നേ? എത്ര വലിയ മുറിവുണ്ടായാലും അത് മൈൻഡ് പോലും ചെയ്യാതെ അടുത്ത ജോലിക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളാ.
ഇപ്പം മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തു മാറ്റം? എന്തു മാറ്റമെന്നോ? ദേ ഇതൊക്കെ തന്നെ. നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നേ? നാളെ രാവിലെ വന്നാൽ പോരായിരുന്നോ? അതോ ഇനി ഇസയെ കാണാനായി വല്ലോ? ഇനി നിന്ന് സംസാരിച്ച നീ എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും മേടിച്ചിട്ടേ അകത്തോട്ട് പോകൂ. വേണ്ട വേണ്ട. എന്നാ ഞാനൊന്ന് പോയി കിടക്കട്ടെ, നല്ല ക്ഷീണം. ജേഡൻ, തൻ്റെ കൈക്കെങ്ങനുണ്ട്? ഓ, ഇറ്റ്സ് ഫൈൻ. താൻ ഇന്ന് എൻ്റെ കൂടെ കമ്പനി വരെ വരണം. ഫോർ വാട്ട്? ആക്ച്വലി ഡെറിക്കിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാനായി ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയായിരുന്നു. അയാൾ ഇന്ന് അതെല്ലാം അയക്കാമെന്നാണ് പറഞ്ഞേ. സോ അപ്പോൾ താനും കൂടെ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തോന്നി. ഓക്കെ. അപ്പോൾ ഇസയുടെ കാര്യം? ഓക്കെ, അത് ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഇവാൻ. പപ്പ, ഞാൻ ഇറങ്ങുവാണേ. ജയ്, വാ പോവാം. ഇസ, ഇന്ന് നിന്നെ ഇവാൻ കൊണ്ടുപോകും. അതെന്താ? ജയ്ക്ക് എന്തുറ്റി? ജേഡൻ്റെ കൈ വയ്യാതിരിക്കല്ലേ മോളെ. സോ ഇന്നത്തേക്ക് ഇവാൻ കൊണ്ടാക്കട്ടെ. ഓ ശരിയാ, ഞാൻ അത് ഓർത്തില്ല. അപ്പോൾ ഓക്കെ ഇവാൻ, പോവാം. താൻ റെഡിയല്ലേ? വാ പോവാം. ഇസ, എന്തെങ്കിലും ആവശ്യമുണ്ടേ വിളിക്കണം. തൻ്റെ സേഫ്റ്റിക്കായി ഒരാളിവിടെ കാണും. ഓക്കെ? ഓക്കെ ഇവാൻ. പിന്നെ തൻ്റെ ഫ്രണ്ടിനെ ഒന്ന് തിരക്കിയെന്ന് പറഞ്ഞേക്ക്. ആളിന്നലെ നല്ലപോലെ പേടിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, പറയാം. അപ്പോൾ ബൈ. ഇസ, നിന്നെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. ഇന്നലെ പിന്നെ എന്താ ഉണ്ടായേ? ജേഡന് വല്ലതും പറ്റിയോ? ഇന്നലെ നിന്നെ എത്ര വട്ടം ഞാൻ വിളിച്ചു, ഫോൺ എടുക്കാൻ എന്താ? എൻ്റെ മിയ, നീ നിർത്തി സംസാരിക്കേ, ഞാൻ പറയാല്ല. പിന്നെ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയോ നിനക്ക്? ഇങ്ങനൊക്കെ ഓരോ സ്റ്റോറീസ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. ആദ്യമായാ നേരിട്ട്. പറ എന്താ ഉണ്ടായേ? ഞാൻ പറയാം. ഇന്നലെ നിന്നെപ്പോലെ തന്നെ ഞാനും കുറേ പേടിച്ചു. പിന്നെ ജെയിനെ ഒന്ന് കണ്ട് സംസാരിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ചേട്ടന് എന്തേലും പറ്റിയോ? ഇല്ല, രാത്രിയായപ്പോൾ ജയ് വീട്ടിൽ വന്നായിരുന്നു. ബട്ട് അയാളുടെ കാര്യം എന്തായെന്നറിയില്ല. അയാളുടെ കാര്യം എന്താവാൻ? പോലീസിൽ ഏൽപ്പിച്ചാണ്. ചിലപ്പോൾ ആയിരിക്കും. നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അയ്യോ, എനിക്കൊന്നും പറ്റിയില്ല മിയ. ദാ ഞാൻ നിൻ്റെ മുന്നിലല്ലേ നിൽക്കുന്നേ. പിന്നെ നമ്മൾ ഒന്നിച്ചല്ലേ അവിടെ നിന്ന് കാറി കയറിപ്പോയേ. പിന്നെ എന്താ? നിനക്കങ്ങനെയൊക്കെ പറയാം. ഇന്നലെ ഞാൻ അനുഭവിച്ച ടെൻഷൻ അതെനിക്ക് മാത്രമേ അറിയൂ. ഞാൻ നിർബന്ധിച്ചുകൊണ്ടല്ലേ നീ വന്നേ. അതൊന്നും സാരമില്ല, നീ അതൊക്കെ വിട്ടേ. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. പിന്നെ നിന്നെ ഒരാൾ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞേ. അതാരാ? ഇവാൻ, വേറെ ആര്? ഓ, ആ സാധനമാണോ? അതെന്താ ഇവാനാണെന്ന് പറഞ്ഞപ്പോൾ നിന്റെ മുഖത്തൊരു മാറ്റം? ഒന്നുമില്ലേ. ഇവാൻ പാവമല്ലേ. വെറുതെ നീ ഇവാനോട് ദേഷ്യം കാണിക്കണ്ട. എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. ഓക്കെ, നീ ഇങ്ങോട്ട് വന്നേ, ക്ലാസ്സിൽ കയറാം. ചേട്ടൻ, അവനെ പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. ഇതാ. ഇതാണ് അവൻ്റെ ഫോട്ടോ. ഇതോ? ഇവനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ? ഐ ഡോണ്ട് നോ, ബട്ട് ഈ മുഖം എനിക്ക് നല്ല പരിചയം തോന്നുന്നു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു തരാം.
ഇനി അവനെ വെറുതെ വിടരുത്. ഇനിയുള്ളതെല്ലാം ഞങ്ങൾക്ക് വിട്ടേക്ക്, ഞങ്ങൾ നോക്കിക്കോളാം. ഹാ ഓക്കെ. ഹാ സിറേക്ക്, ഐ ഹാവ് ടു ഗോ. ഓക്കെ ജേഡൻ, താൻ പൊക്കോ. അവിടെ എന്താ? ജയ് അവിടെ കാണുന്നില്ലല്ലോ. ഇനി റൂമിലാണോ? ആ, പോയി നോക്കാം. ആളെ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ. ഫോൺ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, എന്നിട്ട് ആളെവിടെ? നോക്കണം അല്ലേ? വേണ്ട. എന്നാലും ലോക്ക് ഇട്ടിട്ടില്ല, അപ്പൊ നോക്കിയേക്കാം. ഇതെന്ത്? ഗാലറി ഒക്കെ ഫുൾ എം ടി ആണല്ലോ. ഇയാളപ്പോ ഫോട്ടോസ് ഒന്നും എടുക്കാറില്ലേ? അയ്യോ, നീ എന്താ ഇവിടെ? അത് ഞാൻ തന്നെ കാണാൻ വന്നതാ. എന്നെ കാണാനോ? എന്തിന്? അത് പിന്നെ ഞാൻ ലൈക്ക് വാട്ട് യു സീ? നോ. പിന്നെ എന്ത് കള്ളത്തരം കാണിക്കാനാ കയറി വന്നേ? അതോ ഇനി വേറെ വല്ല ഉദ്ദേശം? ഹേ ബോഡി ഗാർഡ്. വാട്ട്? ജയ്, അങ്ങനെ തൻ്റെ ബിലോങ്ങിങ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഓക്കെ, പിന്നെന്തിനാ വന്നേ? അത് ഞാൻ പറഞ്ഞല്ലോ, തന്നെ കാണാൻ വന്നെയാന്ന്. എന്നെ കാണാനോ? എന്തിന്? അത് പിന്നെ തൻ്റെ കൈക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വന്നതാ. ഓഹോ, എന്നിട്ടൊന്നുമില്ല, ഞാൻ പോവാ. അപ്പൊ തനിക്ക് അറിയണ്ടേ? അതെനിക്ക് മനസ്സിലായി, തൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ലെന്ന്. അപ്പോ ഇതെന്താ? സോറി, അതവിടെ ഇരിക്കുന്നാണ്ടപ്പോ വെറുതെ എടുത്തു നോക്കിയതാ. ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ ഫോൺ എടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതിന് ഞാനൊന്നും നോക്കിയില്ലല്ലോ. നോക്കിയില്ലേ? അതിനിപ്പോ ഞാൻ എങ്ങനെ വിശ്വസിക്കും? പിന്നെ നോക്കാൻ അതിനകത്ത് ഇരിക്കുമല്ലേ ഏതാണ്ട്. എന്തേലും പറഞ്ഞോ? തന്നോടൊന്നും പറഞ്ഞില്ല. സോറി, ഇനി ഞാൻ എടുക്കില്ല, പോരെ? ചെല്ല് റൂമിൽ പോവാൻ നോക്ക്. ഇയാളിതെന്ത് സാധനമാ? മനുഷ്യനിപ്പോ അറ്റാക്ക് വന്ന് ഡെഡായാനെ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇസയുടെ കൂടെ തന്നെ ഉണ്ടാവണം. എന്തേലും ഉണ്ടായാൽ ഉടനെ എന്നെ ഇൻഫോം ചെയ്യണം. യെസ് സാർ. വെറുതെ റിസ്ക് എടുക്കണോ? ഇന്നിസേനെ ക്ലാസ്സിൽ വിടാതിരുന്നാ പോരെ? ഏയ്, അത് വേണ്ട. ഇസ പൊക്കോട്ടെ, ഡെയിനുണ്ടല്ലോ. ഓക്കെ. ആൻഡ് വാട്ട്സ് യുവർ പ്ലാൻ? അത് ഇപ്പം പറയുന്നില്ല, അതെല്ലാം ഞങ്ങൾ നോക്കിയും കണ്ട് ചെയ്തോളാം. ഡെയിൻ, ഹൈഡ് യുവർ ഗൺ. ഓക്കെ സർ. എന്തെവിടെ? ഇസ, ഇന്ന് ഡെയിനാവും നിന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. ജയ്ക്ക് എന്ത് പറ്റി? അതിസ, ഞങ്ങൾക്ക് അത്യാവശ്യമായി കമ്പനി വരെ ഒന്ന് പോകണം. സോ ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇന്ന് തിരിച്ചു വരില്ലേ? അത് ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. അതെന്താ അങ്ങനെ? ഇസ, താൻ ചെല്ല്. ഡെയിൻ, ടേക്ക് ഹർ. ഓക്കെ സർ. മാം, കം. സിറിക് സാർ, അതാരാ ഇസമോളെ കൊണ്ട് പുറത്തേക്ക് പോയത്? ഇതിനുമുമ്പ് കണ്ടിട്ടില്ലല്ലോ. അത് ഇവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാ. ഇവർക്ക് അത്യാവശ്യമായി കമ്പനി വരെ പോകണം. അതുകൊണ്ട് ഇസയെ കൊണ്ടാക്കാൻ വന്നതാ. ഓ ആണോ? എങ്കിൽ എന്നോട് പറഞ്ഞ പോരായിരുന്നോ? ഇസ കൊച്ചിനെ ഞാൻ കൊണ്ടാക്കില്ലായിരുന്നോ?
അത് സാരമില്ല അങ്കിൾ. അങ്കിളിന് സാറിനെ ഓഫീസിൽ കൊണ്ടാക്കാൻ പോണ്ടേ. പിന്നെ ഡെയിൻ വിശ്വസിക്കാവുന്ന ആളാ. ആ മോനെ, അപ്പൊ സാർ നമുക്ക് ഓഫീസിലോട്ട് പോവാം. സാർ പോയിട്ട് വാ. എന്തുണ്ടായാലും എന്നെ വിളിക്കണം. ഓക്കെ? യാ ഷുവർ. ഓക്കെ. മാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം, ഞാൻ ഇവിടെ ഉണ്ടാവും. ഓ അല്ല, തനിക്കപ്പോൾ ഇന്ന് ഓഫീസിൽ പോണ്ടേ? നോ മാം, ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി ഇതാണ്. ഹാ, എന്ത് ഇവിടുത്തെ സെക്യൂരിറ്റി ആയിട്ടാണോ? ഓ ഞാൻ മറന്നു, താൻ റോബോട്ടല്ലേ, അപ്പോൾ അധികം സംസാരിക്കില്ലല്ലോ. എനിവേ ബൈ. കണ്ടുപിടിച്ച ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ്. ഇന്നത്തോടു കൂടി അവൻ്റെ അവസാനമാവും, അതും ഈ ചേക്കയുടെ കൈകൊണ്ട്. കം, ലെറ്റ്സ് ഗോ. വി നീഡ് ടു ഫിനിഷ് ദ. നിങ്ങളെല്ലാവരും ബാക്ക് സൈഡിലുണ്ടാവണം. ആൻഡ് ഡോണ്ട് മേക്ക് എനി മിസ്റ്റേക്സ്. നമ്മുടെ നീക്കം അവരൊരിക്കലും അറിയാൻ പാടില്ല. ഓക്കെ സർ. ഏതൻ, ലൂക്ക, ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ രണ്ട് പോക്കോ. ഓക്കെ. ഇവാൻ, കം. ഇസ, ഈ പീരീഡ് ഓപ്പൺ ക്ലാസ് അല്ലേ, നീ പോണില്ലേ? ഓ എനിക്കൊന്നും വയ്യ, അവരുടെ ക്ലാസ് ഭയങ്കര ബോറാ, ഞാൻ കയറുന്നില്ല. ഹാ, നീ ഇങ്ങനെ അയാളുടെ ഒരു ക്ലാസ്സിലും കയറാതിരുന്നു. അവസാനം എക്സാം ടൈം ആവുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരല്ലേ. ഏയ് ഞാൻ വരില്ല. അല്ല നിനക്ക് പോണ്ടേ? അപ്പോൾ ഞാൻ പോവാം, അല്ലാതെ നിന്നെ പോലെ മടി പിടിച്ചിരിക്കില്ല ഞാൻ. ഓ പഠിപ്പിച്ച് ചെന്നാട്ടെ അപ്പോൾ. ക്ലാസ് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് വരാം. നീ ഇപ്പോൾ പുറത്തോട്ട് വല്ലതും പോയിരിക്കും, വെറുതെ ഇരുന്ന് ബോറടിക്കണ്ട. ഓ ഞാൻ പൊക്കോളാം, നീ ചെല്ലാൻ നോക്ക്. Ivan, go there. ഇവിടെ എന്ത് ബോറാ, ആ ക്ലാസ്സിൽ പോയിരുന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് ഉറക്കവും വരുന്നില്ല. മിയ പറഞ്ഞ പോലെ പുറത്തോട്ടെങ്ങാനും പോയിരിക്കാം. Oh shit, where is he? അതാരാ അവിടെ? My friend.